ഹായ് ഹലോ 12th മെമ്പേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ നോർത്ത് ഈസ്റ്റ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് ആണ്. ആൻഡ് ഇൻ ദിസ് മാച്ച് നമ്മളൊരു ഡ്രോ ആണ്. ഈ സീസണിലെ നമ്മുടെ ഫസ്റ്റ് ഡ്രോ ആൻഡ് മിക്കാൽ ഷാറെ കോച്ചിൻ്റെ കീഴിലുള്ള ഒരു ഫസ്റ്റ് ഡ്രോ ആണ് നമ്മുടെ ക്ലബിന്. ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നിർഭാഗ്യം എന്നൊരു ഘടകം തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഐമന് കിട്ടിയ അവസാന നിമിഷത്തെ 2 ചാൻസസ് ആൻഡ് ദാറ്റ് 2 ചാൻസസ് ഗോട്ട് ഷിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രണ്ടും പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. നിർഭാഗ്യം എന്ന് നമുക്ക് പറയാം. ആൻഡ് ഒരു എക്സ്പീരിയൻസ്ലെസ് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ദർ വാസ് എ ഫോറിൻ പ്ലെയർ, ഒരു ഫോറിൻ പ്ലെയർ ആയിരുന്നെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷിലേക്ക് പോകേണ്ടതായിരുന്നു. ബട്ട് നടന്നില്ല. പിന്നെ ഒരു മാച്ചിൽ നമുക്ക് എടുത്തു വരേണ്ട ആളാണ് നോവ സദോയ്. ആളെടുക്കണ എഫേർട്ട്, രണ്ടുപേരുടെ എഫേർട്ടാണ് ആളെടുക്കണത്. ആൻഡ് കഴിഞ്ഞ മാച്ചിൽ തന്നെ പോലെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നോവ സദോയിൻ്റെ ആ ഒരു ക്ലാസിക് ഫിനിഷ് ഗോൾ ഫ്രം ദ നിയർ ഡി ബോക്സ്. ആൻഡ് ആ ഒരു ഗോളിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പ്രോപ്പർ റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു ആ ഒരു നേരത്തെ കളി കാണുമ്പോൾ. പിന്നെ അവരുടെ ഒരു ഗോളിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ കിക്ക് നിന്നായിരുന്നു ആ ഒരു ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ. ആൻഡ് നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വാളിൻ്റെ അടി കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ സച്ചിൻ വാസ് പ്രഡിക്റ്റഡ് ദാറ്റ്. ബട്ട് ആ ഒരു പവർ കാരണം സച്ചിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ പോവുകയായിരുന്നു. ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പഴയ സച്ചിൻ വന്നു എന്ന്. കാരണം പണ്ടത്തെ സച്ചിൻ റിസർവിലൊക്കെ കളിക്കുന്ന സമയത്ത് സച്ചിൻ്റെ നാട്ടയുടെ അടി കൂടെ പോയ ഗോളുകളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് പാസ്റ്റ്. ഇപ്പോൾ സച്ചിൻ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ബട്ട് ഇവർ ഗോൾ കീപ്പർ ഓർ പ്ലെയർ ഹാസ് എ ബാഡ് ടൈം. സച്ചിന് ബാഡ് ടൈം അല്ല, എന്നാലും ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ദ ലാസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ, പ്രീതം കൊട്ടാൻ്റെ പെർഫോമൻസിൻ്റെ പൊന്നു ഏതാ ലെവല്. പ്രീതം കോട്ട കഴിഞ്ഞ സീസണിൽ നമ്മൾ അധിക്ഷേപിച്ച ആ ഇതിനൊക്കെ നമ്മുടെ അണ്ണാക്കിലിട്ട് തരികയാണ് പ്രീതം കോട്ട. എൻ്റെ പൊന്നു എന്ത് ജാതി പെർഫോമൻസാണ്. കൊലം കളി എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിക്ക് തന്നെ ഡിഫെൻഡ് ചെയ്ത് നല്ല എഫേർട്ട് എടുത്ത് കളിക്കുന്നുണ്ട് പ്രീതം കോട്ടാൽ. ഈസ് ടേക്കിംഗ് എഫേർട്ട്. ബട്ട് പ്രീതം കോട്ടാൽ കഴിഞ്ഞ കൊല്ലത്തെ ആ വിമർശനങ്ങൾക്കൊക്കെ തക്കതായ ഒരു മറുപടിയാണ് പ്രീതം കോട്ടാൽ കൊടുക്കുന്നത്. ജസ്റ്റ് അമേസിങ് ഗെയിം പ്ലേ. ഒരു മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ലൂണ ഉണ്ടായിരുന്നു, അതാണ് മെയിൻ കാര്യം. പിന്നെ ലൂണ കളിക്കാൻ ഇറങ്ങി ആഫ്റ്റർ 70th മിനിറ്റ്. ആൻഡ് ആ ഒരു ടൈമും നമുക്ക് മനസ്സിലായി ലൂണ പ്രോപ്പർലി മാച്ച് ഫിറ്റഡ് അല്ല ഫുള്ളി. കാരണം ലൂണയ്ക്ക് ചില ഭാഗത്ത് ചെറിയ എറേഴ്സ് വരണ പോലെ തോന്നി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിറ്റ്നസ് പ്രോബ്ലം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സോ ഒഡീഷയ്ക്കെതിരെയുള്ള മാച്ചിൽ ലൂണ ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കമൻറ്റ് ബിലോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലായിരിക്കും ആദ്യം അറിയിക്കേണ്ടാവുക. പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഫോർ നൗ താങ്ക്സ് ഫോർ വാച്ചിങ്.